ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ പി എസ് സി. കരിയർ ട്രാക്കർ പി എസ് സിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റൽസ് ആൻഡ് ഓഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മളുടെ പി എസ് സി 10th ലെവൽ അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമുകളിൽ സ്ഥിരം ഒരു ചോദ്യം വരാറുള്ള ഒരു മേഖലയാണ് ലോഹങ്ങളും അവയുടെ ധാതുക്കളും എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലായ്പ്പോഴും ആവർത്തിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ കുറച്ച് മെറ്റലുകളും അവയുടെ ഓറുകളും ഏതൊക്കെയാണെന്ന് ചെറിയ കോഡുകളിലൂടെ പഠിക്കാനാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഒരു മെറ്റൽ എന്ന് പറയുന്നത് അലുമിനിയമാണ്. അലുമിനിയത്തിൻ്റെ ഓറ് എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് അത് ഓർത്ത് വയ്ക്കുക, അലുമിനിയം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഞാൻ ഈ മഞ്ഞ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള വേർഡുകളിലേക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആലു 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 എന്ന് പറഞ്ഞാൽ എന്താ? ആലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങാണ് അല്ലേ? ഹിന്ദിയിൽ ആലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടാറ്റോ ആണ്. അപ്പോൾ പൊട്ടാറ്റോയുടെ ഒരു ബോക്സ്, പൊട്ടാറ്റോ നമ്മളിങ്ങനെ ബോക്സിൽ വീട്ടിലോട്ട് വാങ്ങിയിട്ട് വരികയാണ്. അപ്പോൾ പൊട്ടാറ്റോ, ആലു എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ, ബോക്സ് നമ്മൾ വാങ്ങിയിട്ട് വീട്ടിലോട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വരികയാണ്. പൊട്ടാറ്റോനെ വരികയാണ്. വീട്ടിൽ ചിപ്സ് ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് എന്ത് ചെയ്താൽ മതി, ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ആലു, പൊട്ടാറ്റോൻ്റെ ബോക്സ്, അലുമിനിയം ബോക്സൈറ്റ് കണക്ട് ചെയ്യുക, അലുമിനിയം ബോക്സൈറ്റ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ആൻറ്റിമണി സ്റ്റിബനൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ആൻറ്റിമണിയുടെ ഓറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ യെല്ലോയിലേക്ക് മാത്രം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ആൻറ്റി ആണ് അല്ലേ? അപ്പോൾ സ്റ്റെബിനി ഈ സ്റ്റെബിനി എന്ന് പറയുമ്പോൾ നമുക്കിതൊരു ലേഡിയുടെ പേര് പോലെ തോന്നുന്നില്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെബിനി എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റിയാണ് ആര്, നമ്മുടെ ഈ പൊട്ടാറ്റോ വാങ്ങിയിട്ട് വരുന്നത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ സ്റ്റെബിനി ഒരു ആൻറ്റിയാണ് ആൻറ്റിമണി സ്റ്റെബിനൈറ്റ്. റെഡി? അപ്പോൾ ഇവിടെ ഒന്നായി, ഇവിടെ രണ്ടായി, രണ്ട് ചോദ്യം സെറ്റ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആർസനിക് ആണ്. ഓർത്ത് വയ്ക്കാൻ പ്രത്യേകിച്ച് കോഡിൻ്റെ ആവശ്യമില്ല, കാരണം അതിൻ്റെ ഓറ് എന്ന് പറയുന്നത് ആർസനിക് പൈറേറ്റ്സ് ആണ്. ഓക്കെ, വളരെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ എക്സാമിന് വല്ലാതെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇത് രണ്ടെണ്ണം ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആർസനിക്കിൻ്റെ ഓറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർസനിക് പൈറേറ്റ്സ്. നാലാമത്തെ മെറ്റൽ എന്ന് പറയുന്നത് ബോറോൺ ആണ്. ബോറോൺ ടിങ്കൽ ആണ് അതിൻ്റെ എന്ന് പറയുന്നത്, അതിൻ്റെ ഓറ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ആ മഞ്ഞ കളറിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ ബോർ തിങ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത്രയും ബോറുള്ളൊരു ദിവസം വരില്ല അല്ലേ? കാരണം ശനി ഞായർ അവധി ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ജോലിയിലേക്കൊക്കെ പോകുന്ന ദിവസമാണ് എന്തെന്ന് പറയുന്നത്, ഈ തിങ്കൾ എന്ന് പറയുന്നത്. അപ്പോൾ തിങ്കൾ ഭയങ്കര ബോറാണ്. തിങ്കൾ ഏറ്റവും ബോറുള്ളൊരു ദിവസമാണ്. കാരണം 2 ദിവസം അവധി കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ പോകുന്ന ദിവസമാണ്. അപ്പോൾ തിങ്കളാഴ്ച ബോറാണ്, ബോറോൺ തിങ്കൾ. ഓറ് സെറ്റാണോ? മൂന്നാമത്തെ. നാലാമത്തെ എന്ന് പറഞ്ഞാൽ ബേരിയമാണ്, ബേരിയേറ്റ്സ് ആണ്. അതിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ബേരിയം. കാൽഷ്യത്തിന് പ്രധാനമായിട്ട് 3 ഓറുകളുണ്ട്. കാൽസൈറ്റ് ഉണ്ട്, ഡോളോമൈറ്റ് ഉണ്ട്, ജിപ്സം ഉണ്ട്. അപ്പോൾ കാൽഷ്യത്തിൻ്റെ 3 ഓറുകളാണ് കാൽസൈറ്റ്, ഡോളോമൈറ്റ്, ജിപ്സം. ഓർത്ത് വെക്കാൻ എന്തായാലും ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ് അല്ലേ? ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇപ്പോൾ എല്ലാ ആളുകളും ജിമ്മിലും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകളാണ്, രാവിലെ ജോഗിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ രാവിലെ ജോഗിങ്ങിന് പോകുന്നതിനോടൊപ്പം കാലത്തൊന്ന് ജിമ്മിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലതാണ്. കാലത്ത് ജിമ്മിൽ പോടോ, കാലത്ത് കാൽസൈറ്റ്, ജിമ്മിൽ ജിപ്സം, പോടോ ഡോളോമൈറ്റ്. റെഡി? കാൽസൈറ്റ്, ഡോളോമൈറ്റ്, ജിപ്സം. കാലത്ത് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഈ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടാനും എളുപ്പമാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് കോപ്പറാണ്. കോപ്പറിൻ്റെ ഓറ് നേരത്തെ പറഞ്ഞതുപോലെ, ഇവിടെ ഈ ആർസനിക്കിൻ്റെ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു ഓറ് വരുന്നത് കോപ്പർ പൈറൈറ്റ്സ് ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെ ഓറുകൾ വരുന്നത് മെലാച്ചൈറ്റ്സും അതുപോലെ ചാൽക്കോലൈറ്റ്സും ആണ്. ഇത് നിങ്ങൾക്ക് ഒരു കോഡ് നിങ്ങൾക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ചെറിയ കോഡ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ കോപ്പർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ മനുഷ്യനൊക്കെ ഉണ്ടാവുന്ന കാലത്ത് നമ്മൾ എവല്യൂഷനൊക്കെ നടന്നു വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഉപയോഗിച്ചിട്ടുള്ള ഒരു ലോഹമാണ് ഈ പറയുന്ന കോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ സ്വർണ്ണോ അല്ലെങ്കിൽ വെള്ളിയൊന്നും കണ്ടുപിടിക്കാത്തതുകൊണ്ട് നമുക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കൊന്നും ഇവിടെ മാലയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കോപ്പർ കണ്ടുപിടിച്ചപ്പോൾ എന്ത് ചെയ്തു, കോപ്പർ കൊണ്ട് ഒരു മാല ഉണ്ടാക്കി. അപ്പോൾ കോപ്പർ കൊണ്ടുള്ള മാല മെലാച്ചൈറ്റ്സ്. ചാൽക്കോലൈറ്റ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അവിടെ ചാൽക്കോലൈറ്റ്, കോപ്പർ ചാൽക്കോലൈറ്റ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അടുത്തത് പറയുന്നത് അയൺ ആണ്. അയണിൻ്റെ ഓർ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്താണ്. ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഓർ എന്ന് പറയുന്നത് അലുമിനിയവും അയണും ആയിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അയണിൻ്റെ ഓർ എന്ന് പറയുന്നത് മാഗ്നറ്റൈറ്റ്സും ഹെമറ്റൈറ്റ്സും അയൺ പൈറൈറ്റ്സും ആണ്. അയൺ പൈറൈറ്റ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും, കാരണം അയണിൻ്റെ ഒപ്പം ഒരു പൈറൈറ്റ്സും കൂടെ ഉള്ളതുകൊണ്ട് അയൺ പൈറൈറ്റ്സ് ഉള്ളത് പെട്ടെന്ന് കത്തിപ്പോവും. ആദ്യത്തെ രണ്ടെണ്ണം മാഗ്നറ്റ്, ഈ യെല്ലോയിൽ ഫോക്കസ് ചെയ്താൽ മതി. മാഗ്നറ്റ് നമ്മളൊരു ഇരുമ്പിൻ്റെ ഒരു സാധനം ഒരു കാന്തത്തിൻ്റെ അടുത്ത് കൊണ്ടുവച്ചാലാണ് അല്ലേ വളരെ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുക. അപ്പോൾ മാഗ്നറ്റൈറ്റ് അയൺ. ഹെമറ്റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹീമോഗ്ലോബിൻ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, ബയോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഹീമോഗ്ലോബിനത്തെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അയൺ ആണ്. അതുകൊണ്ടാണ് ഈ ബ്ലഡ് കുറവുള്ള ആളുകൾക്ക് നമ്മൾ അയൺ ഗുളിക കൊടുത്തു, അല്ലെങ്കിൽ അവൾ അയൺ ഗുളിക കഴിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹെമറ്റൈറ്റ് ആ രീതിയിൽ ഹേമ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അയണിനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അടുത്ത ഓറ് എന്ന് പറഞ്ഞാൽ ലെഡാണ്. ലെഡിൻ്റെ ഓറ് ഗലേനയാണ്. ഗലേനയിലും എല്ലി ഉണ്ട്, ലെഡിലും എല്ലി ഉണ്ട്. അപ്പോൾ ലെഡിൻ്റെ ഓറ് ഗലേന. ഓക്കെ, അപ്പോൾ ഇത്രയും ഓറുകൾ നിങ്ങൾക്ക് റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ കുറച്ചെണ്ണം കൂടെ നമുക്ക് നോക്കാം. മഗ്നീഷ്യത്തിൻ്റെ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നസൈറ്റും ഡോളോമൈറ്റും ആണ്. ഇവിടെ കൺഫ്യൂഷൻ വരരുത്. അയേണിൻ്റെ ഓർ മാഗ്നറ്റൈറ്റ് ആണ്, മഗ്നീഷ്യൻ്റെ ഓറാണ് മാഗ്നസൈറ്റ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമുക്ക് ഒരു കട്ട ചളിക്കോടാണ്. അതായത് നമ്മുടെ പാരൻസിന് ആർക്കെങ്കിലും വയ്യാണ്ടേ, അച്ഛനും അമ്മയ്ക്കൊക്കെ വയ്യാണ്ടേ, ഈ തലവേദനയ്ക്ക് വന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ പറയും മകനെ ഒരു ഡോളോ തരുമോ, മകനെ ഒരു ഡോളോ. തലവേദനയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് ഡോളോ. മകനെ ഡോളോ, മകനെ ഒരു ഡോളോ തരുമോ. മാഗ്നസൈറ്റ് ഡോളോ ഏതിൻ്റെ ഓറാണ്? മഗ്നീഷ്യത്തിൻ്റെ ഓറാണ്. അടുത്തത് മെർക്കുറിയാണ്. മെർക്കുറിയുടെ ഓറ് സിന്നബാറാണ്. ഇത് മിക്കവാറും എല്ലാവർക്കും PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്. മെർക്കുറിയുടെ ഓറ് സിനബാറാണ് എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ഇനിയിപ്പോൾ അതിന് വേണമെങ്കിൽ അതിനൊരു കോഡ് നമുക്ക് സെറ്റാക്കാം. ഞാൻ അതിൽ മഞ്ഞ കളറിൽ ബാർ എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. മെർക്കുറിയുടെ പ്രത്യേകത എന്താ? വെള്ളത്തിലുള്ള സാധനമാണ് അല്ലേ, ലിക്വിഡ് മെറ്റലാണ് മെർക്കുറി എന്ന് പറയുന്നത്. വെള്ളം അടിക്കണമെങ്കിൽ നമ്മൾ എവിടെ പോവുക? വെള്ളം അടിക്കണമെന്നുണ്ടെങ്കിൽ ബാറിലാണ് പോകുക. അപ്പോൾ മെർക്കുറി സിന്നബാർ ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ കട്ടച്ചളിയായിട്ട് ഒരു പക്ഷേ തോന്നാം, പക്ഷെ നമ്മുടെ ആവശ്യം നമുക്ക് 1 മാർക്ക് കിട്ടുക എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റിന് കിട്ടുന്ന ആ ഒരു 1 മാർക്ക് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യത്തിൻ്റെ ഒരു കർണാലൈറ്റും സാൾട്ട് ബീറ്ററുമാണ്. ഇത് ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോൾട്ട് ബീറ്റർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏത് മെറ്റലാണ് സോൾട്ട് ബീറ്റർ എന്നറിയപ്പെടുന്നത് ചോദിച്ചാൽ അത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിൻ്റെ ഓറ് കൂടിയാണ് ഏതെന്ന് പറയുന്നത് സോൾട്ട് ബീറ്റർ. അപ്പോൾ 2 രീതിയിൽ ചോദിക്കാം. സോൾട്ട് ബീറ്റർ എന്നറിയപ്പെടുന്നത് ഏത് മെറ്റലാണെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം, പൊട്ടാസ്യത്തിൻ്റെ ഓറ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സോൾട്ട് ബീറ്റർ. അപ്പോൾ ഇനി നമുക്ക് ഈ കർണാലൈറ്റിലേക്ക് വരാം. നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് പൊട്ടാസ്യത്തിൻ്റെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഈ K ആണ്. പൊട്ടാസ്യത്തിൻ്റെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത് K ആണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? കർണാലൈറ്റ് കണക്ട് ചെയ്യുക. സിൽവർ, അർജൻറ്റൈറ്റ്. സിൽവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ തന്നെ എന്താ? AG എന്നാണ്. ഇതൊക്കെ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സിൽവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ AG ആണ്. ആ AG വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ അർജൻറ്റൈറ്റിനെ കണക്ട് ചെയ്യുക. അടുത്ത ടിന്ന് എന്ന് പറഞ്ഞാൽ കാസറ്ററൈറ്റ് ആണ്. ഓക്കെ, ടിന്ന് എന്ന് പറഞ്ഞാൽ കാസറ്ററൈറ്റ്. അതെങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? ടിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടിന്ന് കൺസിഡർ ചെയ്യുക, ഒരു പാത്രം. പണ്ടത്തെ കാലത്ത് നമ്മൾ കാസറ്റ് ഒക്കെ ഉപയോഗിച്ചിരുന്നു അല്ലേ. ഇപ്പോൾ ഈ പെൻഡ്രൈവ് അല്ലെങ്കിൽ SSD കാർഡ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഫോണൊക്കെ വന്നത് കൂടിയിട്ട് അത് അങ്ങോട്ട് പോയി, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പണ്ട് നമ്മൾ കാസറ്റുകൾ യൂസ് ചെയ്തിരുന്നു. ഈ കാസറ്റുകൾ നമ്മൾ ഉപയോഗശേഷി എന്തിലായിട്ട് വയ്ക്കുക? ടിന്നുകളിലാണ് അല്ലേ. പൊടിയൊന്നും ആവാണ്ടിരിക്കാൻ, ഈർപ്പൊന്നും ആവാണ്ടിരിക്കാൻ അതിൻ്റെ ടിന്നുകളിലാക്കിയിട്ട് വയ്ക്കാം. ടിന്ന് കാസറ്റ്. അപ്പോൾ ടിന്നിൻ്റെ ഓറ് കാസറ്ററൈറ്റ്. അപ്പോൾ ഏകദേശം ഒരു 12ഓളം എലമെൻറ്റുകളുടെ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഓറുകൾ പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക, നോട്ട്സിൽ എഴുതി വെക്കുക. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ്. പറഞ്ഞ പല കോഡുകളും കട്ടച്ചളിയാണ്. പക്ഷേ എന്നാലും ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മാർക്ക് നേടുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത് മാത്രമായിട്ട് എന്ത് ചെയ്യുക? അതിനെ കാണുക. നമുക്ക് മറ്റൊരു സെഷനിലേക്ക് എന്ത് ചെയ്യാം? വീണ്ടും കണ്ടുമുട്ടാം. പുതിയൊരു ടോപ്പിക്കുമായിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്